പിന്നെ നാളെ തന്നെ പോയിക്കൂ. തോമസ് അച്ചായൻ താക്കോൽ കൂട്ടം മുന്നിലെ ടേബിളിലേക്ക് ഇട്ടു. നിനക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ വർഗീസിനോട് പറഞ്ഞാൽ മതി, അവൻ ഭക്ഷണം കൊണ്ടുതരും. ഇനി അത് വേണ്ടെങ്കിൽ നിനക്ക് തന്നെ വെച്ച് കഴിക്കാം. 2500 രൂപ ശമ്പളം. നീ ഇവിടെ എത്ര കാലം നിന്നാലും അത്രയും പൈസ ഒന്നും കിട്ടുകയില്ല. മാസം 2500 രൂപ. പറ, അതൊരു കുറഞ്ഞ തുകയാണോ? അല്ല. മൊത്തം 10-20 ഏക്കർ സ്ഥലം. ആദായം എല്ലാം നാട്ടുകാരെടുത്തോണ്ട് പോകാൻ നോക്കണം. മനസ്സിലായടാ? ഉവ്വ്. ശരിക്കും പറയുകയാണെങ്കിൽ നീ ഒരു മാനേജരാണ്. ആ, മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വാച്ചർ എല്ലാം കൃത്യമായിട്ട് നോക്കുമായിരുന്നു. ഡെയ്സി തോമസിനെ സൂക്ഷിച്ചു നോക്കി. അച്ചായൻ നോട്ടം പിൻവലിച്ചു. ആ, ഇപ്പം അയാൾ അവിടെ ഇല്ല. അയാൾക്ക് പകരമാ നിന്നെ വിടുന്നത്. തോട്ടവും പരിസരവും എന്നും നോക്കണം. ആഴ്ചയിൽ ഒരിക്കൽ കണക്കുമായിട്ട് വർഗീസ് വരും. മാസം തികയുമ്പോൾ പണവും തരും. അത് വാങ്ങി അവിടുത്തെ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് അയക്കണം. സണ്ണിച്ചൻ തലയാട്ടി. പിന്നെ നിന്നെ വിശ്വസിച്ചാ ഇതെല്ലാം ഏൽപ്പിക്കുന്നത്. ഉടായ്പ് കാണിച്ച് ഉള്ള ജോലി ഇല്ലാതാക്കരുത്, കേട്ടോ കൊച്ചനെ? നിന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ അയക്കുന്നത്, അല്ലാതെ വേറെ ആളെ കിട്ടാത്തതുകൊണ്ടല്ല. കാര്യം തോമാ കണ്ണി ചോരയില്ലാത്തവനാ, അറുത്ത് കൈക്ക് ഉപ്പ് തേക്കാത്തവനാണെന്നൊക്കെ നാട്ടുകാർ പലരും പറയും. പക്ഷേ ഇപ്പൊ നിനക്കൊരാവശ്യം വന്നപ്പോൾ ഞാനല്ലേ ഉള്ളൂ ഒരു മാർഗം കാണിച്ചു തരാൻ. നിനക്കവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയൊന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ പാപ്പം വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി, തോമസിന്റെ ആളാണ്. അച്ചായ. ഡെയ്സി വീണ്ടും തോമസിനെ സൂക്ഷിച്ചു നോക്കി. ആരാ ഈ പാപ്പൻ? സണ്ണി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേടാ കൊച്ചനെ, മുമ്പത്തെ ഒരു വാച്ചറാ, ഒരക്കിറുക്കനാ. അതൊന്നുമല്ല സണ്ണി, എൻ്റെ പാപ്പനാ, ഡെയ്സി പരിഭവത്തോടെ പറഞ്ഞു. നീ ഞാൻ പറഞ്ഞതങ്ങ് കേൾക്കുക. നാളെ ഉച്ച കഴിഞ്ഞ് ഇരുട്ടുതോട്ടിലേക്ക് ബസ്സുണ്ട്. നീ രാവിലെ എങ്കിൽ പോരെ. ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. നീ നമ്മുടെ സ്വന്തം. ഇവിടുന്ന് ഒരു 6-6.5 മണിക്കൂർ യാത്രയുണ്ട്. ദൂരം കുറവാണെങ്കിലും മല കയറി അവിടെ ചെല്ലണ്ടേ? പിന്നെ മാവും പ്ലാവും ഒക്കെ ഒരുപാടുണ്ട്. ഒരു സാധനം ഒരു മനുഷ്യന് കൊടുത്തേക്കല്ലേ, കൃത്യമായിട്ട് എണ്ണി പറക്കി വെച്ചേക്കണം. നമ്മുടെ ഒരു സ്ഥിരം പാർട്ടിയുണ്ട്, അവനാ മാങ്ങയും തേങ്ങയും എല്ലാം മൊത്തത്തിൽ എടുക്കുന്നത്. നാട്ടുകാർ കയറി മേഞ്ഞ പിന്നെ ഒന്നും കാണുകയില്ല. എല്ലാത്തിനും മേലെ ഒരു കണ്ണ് വേണം, മനസ്സിലായോ? ഓ. ഇവിടെയുള്ള ഉമ്മാരെയൊക്കെ ഞാൻ പലപ്പോഴും അവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരുത്തിനെ നമ്പാൻ കൊള്ളത്തില്ലെന്നേ, തരം കിട്ടിയ കാക്കൂ. ഒരു മുറി വൃത്തിയാക്കിടാൻ വർഗീസിനോട് പറഞ്ഞിട്ടുണ്ട്. കട്ടിലും കിടക്കയും അത്യാവശ്യ സാധനങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചയും വിളിക്കണം. എല്ലാത്തിനും ഒരു കണക്കും വേണം. അവിടുത്തെ ഫോണിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് വിളിക്കാം. അച്ഛനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരി. ആ സമയത്ത് നിന്റെ വീട്ടിലേക്കും വേണമെങ്കിൽ ഒന്ന് വിളിച്ചോ. ഓ. സണ്ണി തലകുലുക്കി. ഇവിടെയുള്ള ഒരുത്തിനോടും നീ പോകുന്ന വിവരം പറയണ്ട, മനസ്സിലായോ? ഓ, എന്നാ താക്കോലെടുത്തോ. അയാൾ താക്കോലെടുത്തു. ഒരു 500 രൂപ നോട്ട് തോമസ് മേശപ്പുറത്തേക്ക് വെച്ചു. ഇതിരുന്നോട്ടെ. ഹാപ്പി അല്ലേ? അതെ. സണ്ണി സന്തോഷത്തോടെ തലകുലുക്കി. എന്നാ വിട്ടോ. തോമസ് പുഞ്ചിരിച്ചു. സണ്ണി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഇവൻ നിൽക്കുമോ ഒറ്റയ്ക്ക്? അവൻ നിന്നോളും, നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ദാരിദ്ര്യമാ. അതല്ലേ അവനെ തന്നെ ഞാൻ ഏൽപ്പിച്ചത്. മനുഷ്യന് ഏറ്റവും അത്യാവശ്യം എന്നാ ഡേസി? ഭക്ഷണം. ഫസ്റ്റ് എടീ പണം. അങ്ങനെ ഒരു പൊട്ടത്തി. തീറ്റ തന്നെ ശരണം. ബാഗ് തോളിലേക്കിട്ട് സണ്ണിക്കുട്ടി കയ്യിലെ താക്കോൽ കൂട്ടത്തിലേക്ക് നോക്കി. നല്ല ഭാരം. 10-ലേറെ താക്കോലുകൾ. കുറേ എണ്ണം പരമ്പരാഗതമായ രീതിയിൽ പിച്ചളയിൽ നിർമ്മിച്ചതാണ്. ബാഗിൻ്റെ സിബ് തുറന്ന് അയാൾ അത് സേഫാക്കി വെച്ചു. പിറ്റേന്ന് ഉച്ചയൂണിന് ശേഷം അയാൾ പുറപ്പെട്ടു. ചില്ലറയായി കുറച്ചു പണം പേഴ്സിൽ വെച്ചു. ബാക്കി ബാഗിൻ്റെ ഉള്ളിലെ അറയിൽ നിക്ഷേപിച്ചു. ജോസേട്ടൻ കുത്തി ചോദിച്ചു എങ്ങോട്ടാ പോകുന്നതെന്ന്. പണി നിർത്തി പോവാണെന്ന് അയാളോട് പറഞ്ഞു. ഇനി താൻ ഇങ്ങോട്ടേക്കില്ല.
പിന്നെ ഒന്നും പറയരുതെന്ന് തോമസ് അച്ചായൻ പറഞ്ഞിട്ടുമുണ്ട്. പണത്തിന് ധാരാളം ആവശ്യമുണ്ട്. ഇളയവങ്ങൾ സിസിലിയുടെ കല്യാണം ഏതാണ്ട് പറഞ്ഞുറപ്പിച്ചിരിക്കുകയാണ്. അത് നടത്തണം. അതിനു മുമ്പ് വീടിൻ്റെ ബാധ്യത തീർക്കണം. PSC റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടാൻ ചില്ലറ ഒന്നുമല്ല താൻ ഉറക്കമുളച്ചത്. അപ്പൻ്റെ മരണശേഷം അമ്മ അടുത്ത വീട്ടിൽ അടുക്കള വേല ചെയ്താണ് തന്നെ പഠിപ്പിച്ചത്. BA നല്ല മാർക്കോടെ പാസ്സായി. തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു ജോലി അത്യാവശ്യമായിട്ട് വന്നു. ഇനി അമ്മച്ചിയെ കൂലിവേലയ്ക്ക് അയക്കാൻ വയ്യ. അതിന് അമ്മ തയ്യാറാണെങ്കിലും. അങ്ങനെയാണ് തോമസ് മുതലാളിയുടെ ബാറിൽ സെക്യൂരിറ്റി ആവശ്യമുണ്ടെന്നറിഞ്ഞത്. 800 രൂപ ശമ്പളത്തിന് 2 വർഷമായി ജോലി ചെയ്യുന്നു. രാത്രി ഡ്യൂട്ടി കിട്ടിയതുകൊണ്ട് പരീക്ഷയ്ക്ക് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 3ഓളം റാങ്ക് ലിസ്റ്റുകളിൽ ഇതിനകം പേരുണ്ടെങ്കിലും ഉടനെ നിയമനം നടക്കില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെട്ടു. സിസിലിയുടെ കല്യാണം, അതാണ് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. രാത്രിയിൽ ഉറക്കമില്ലാതെ ഡ്യൂട്ടി നോക്കുന്നത് താൻ മാത്രമാണെന്ന് തോമസ് മുതലാളി കണ്ടുപിടിച്ചു. അതിനുശേഷം ഒരു പ്രത്യേക പരിഗണന തനിക്ക് കിട്ടാറുണ്ട്. ആ സ്നേഹം കൊണ്ടാണ് ഇപ്പോൾ ഈ ജോലി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയ തറവാടാണത്രേ, ഡെയ്സി മാഡത്തിൻ്റെ തറവാട്. അവിടെ ആകുമ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാം. വലിയ ജോലിയില്ല. 2500 രൂപ ശമ്പളം വേറെ ഏത് ജോലിക്ക് കിട്ടും? സണ്ണിക്കുട്ടി ബാഗിൽ നിന്നും അഡ്രസ്സ് തപ്പിയെടുത്ത് വായിച്ചു നോക്കി. ഈട്ടിച്ചുവട്ടിൽ ബംഗ്ലാവ്, ഇരുട്ടുതോട്. അയാൾ ബസ് സ്റ്റോപ്പിൻ്റെ അരികിൽ കല്ലുകൾക്ക് മുകളിൽ ഉയർത്തിവെച്ച ഇലക്ട്രിക് പോസ്റ്റിൽ ഇരുന്നു. തൻ്റെ ഭാവിയിലേക്കുള്ള പുതിയ യാത്ര ഇന്ന് ആരംഭിക്കും. പ്രതീക്ഷയോടെ അയാൾ കാത്തിരുന്നു. അകലെ നിന്നും വളവ് തിരിഞ്ഞ് ബസ് വരുന്നുണ്ട്. എഴുന്നേറ്റ് ബാഗുകൾ എല്ലാം എടുത്ത് തോളിലിട്ട് ബസ്സിന് നേരെ അയാൾ കൈനീട്ടി. അത് അയാളുടെ അടുത്തേക്ക് ഇരമ്പി വന്നു നിന്നു. അയാൾ അകത്തേക്ക് കയറി. വാഹനം മുന്നോട്ടുരുണ്ടു. വിൻഡോ സീറ്റിൽ ഇരുപ്പുറപ്പിച്ച അയാൾ കണ്ടക്ടർ സമീപത്തേക്ക് എത്തിയപ്പോൾ സ്ഥലം പറഞ്ഞു. ഇരുട്ടുതോട്. തണുത്ത കാറ്റ് അയാളെ തഴുകി കടന്നുപോയി. ടിക്കറ്റ് നൽകിയ ശേഷം കണ്ടക്ടർ ഡ്രൈവറുടെ അടുത്തുള്ള സീറ്റിലിരുന്നു. അധികം ആളുകളൊന്നും തന്നെ ബസ്സിലില്ല. പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് അയാളിരുന്നു. ക്രമേണ അയാളുടെ കണ്ണുകളെ ഉറക്കം മൂടി. ബസ് മുന്നോട്ട് ചലിച്ചുകൊണ്ടിരുന്നു. ചായ കുടിക്കുന്നോ? കണ്ടക്ടർ തോളിൽ തട്ടി. ഹേ, അയാൾ ഞെട്ടി ഉണർന്നു. ചെറിയ ഒരു ചായക്കടയുടെ മുന്നിൽ ബസ് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. റേഡിയോയിൽ നിന്നും പഴയ തമിഴ് പാട്ട് ഉയർന്നു കേൾക്കാം. ചൂട് കട്ടൻ ചായ ചുണ്ടോടടുപ്പിച്ച് ഊതി കുടിച്ചു. ചാറ്റൽ മഴയിൽ റോഡ് നനഞ്ഞു കിടക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ബസ് പുറപ്പെടാൻ ഒരുങ്ങി. ഇനി എത്ര നേരം വേണം അവിടെ വരെ എത്താൻ? 2 മണിക്കൂർ കൂടെ ഉണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ ഉറങ്ങിക്കോ. ബസ് പുറപ്പെട്ടു. ഇരുവശവും റബ്ബർ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന റോഡ്. ചെറിയ പുകമഞ്ഞിൽ കറുത്ത വരകൾ ലയിച്ചതുപോലെ അത് പരന്നു കിടന്നു. ചീവീടുകൾ കരയുന്നത് അടുത്തും അകന്നും കേട്ടുകൊണ്ടിരുന്നു. അതിന് നടുവിലൂടെ സാവധാനം ബസ് നീങ്ങി. പുതിയ സ്ഥലം, പുതിയ ആളുകൾ. എന്തായാലും ഇത്ര ആളുകൾ ഉണ്ടായിട്ടും തോമസ് മുതലാളി തന്നെ തിരഞ്ഞെടുത്തു. മുൻപ് നിന്നവരൊക്കെ എന്തൊക്കെയോ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ജോലി ഒരാശ്വാസമാണ്. ദൂരം ഉണ്ടെങ്കിലും. തണുപ്പ് കൂടി വരികയാണ്. അയാൾ കൈകൾ കെട്ടി സീറ്റിലേക്ക് ചാരി എപ്പോഴോ മയങ്ങിപ്പോയി. ദേ, ഇറങ്ങുന്നില്ലേ? കണ്ടക്ടർ ചോദിച്ചു. എത്തിയോ? ഇവിടെ ഇറങ്ങിക്കോ. ഒരു ചെറിയ കവല. ബാഗുകളും എടുത്ത് സണ്ണി അവിടെ ഇറങ്ങി. ബസ് കടന്നുപോയി. അയാൾ തല ഉയർത്തി നോക്കി. മരപ്പലകയിൽ കരി കൊണ്ട് ബസ് സ്റ്റോപ്പ് എന്നെഴുതി അടുത്തുള്ള മരത്തിൽ ആണിയടിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. ദൂരെ മഴയുടെ കാഹളം കേൾക്കാം. അയാൾ വാച്ചിൽ നോക്കി. സമയം 5:30. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായി ചെത്തി ഉണക്കാനിട്ടിരിക്കുന്ന വലിയ മരത്തടിയിൽ ഒരാൾ കാലുയർത്തി വെച്ച് ബ്ലേഡ് ഉപയോഗിച്ച് നഖം മുറിച്ചുകൊണ്ടിരിപ്പുണ്ട്. അയാൾ തടിയിലേക്ക് ബാഗുകൾ ഇറക്കി വെച്ചു. ചേട്ടോ. അവിടെ ഇരുന്ന ആൾ വിളി കേട്ടു. ഈ ഈട്ടിക്ക ബംഗ്ലാവ് എന്താ കാര്യം? അയാൾ മുഖമുയർത്താതെ ചോദിച്ചു. അല്ല,
ഞാനങ്ങോട്ട് വന്നതാ. പുതിയ നോട്ടക്കാരനാണോ? അതെ. എത്ര നാളുണ്ടാവും? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇവിടെ വരുന്നവരൊന്നും 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ ചേട്ടാ? ഒന്നുമില്ല. വഴി? അയാൾ വലതുവശത്തേക്ക് കൈ ചൂണ്ടിക്കാട്ടി. ആ വഴി 1/2 കിലോമീറ്ററോളം നടക്കണം. അതിനിടയ്ക്ക് ഒരു ചെറിയ പലചരക്ക് കടയുണ്ട്. ഇപ്പം അത് അടച്ചു കാണും. അത് കഴിഞ്ഞൊരു 50 മീറ്റർ നടന്ന ഈട്ടിക്ക് തോട്ടം തുടങ്ങും. അയാളുടെ ചുണ്ടിൽ നിഗൂഢമായ ഒരു ചിരിയുണ്ടായിരുന്നു. താങ്ക്സ്. ഓ, ആയിക്കോട്ടെ. സണ്ണി അങ്ങോട്ട് നടന്നു. മണ്ണുകൊണ്ടുള്ള ഒരു വഴി. വാഹനങ്ങൾ ഓടിയതിൻ്റെ അടയാളങ്ങൾ വഴിയുടെ ഇരുവശങ്ങളിലും ചാലുകൾ പോലെ രൂപപ്പെട്ടിരിക്കുന്നു. വഴിയുടെ നടുവിൽ പുല്ലുകൾ മുളച്ചു നിൽക്കുകയാണ്. ബാഗുകൾ തോളിൽ തൂക്കി അയാൾ നടന്നു. റബ്ബർ പാലിൻ്റെ ഗന്ധം നിറഞ്ഞ കാറ്റ്. നിറഞ്ഞിരിക്കുന്ന റബ്ബർ മരങ്ങൾ വഴിയുടെ മുകളിൽ കുട പോലെ വിരിഞ്ഞു നിന്നു. അത് വഴിയിലേക്ക് നിഴലുകൾ വീഴ്ത്തി. അയാൾ മുന്നോട്ട് നടന്നു. ചെറിയ മരപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കട കാണും. ഇതായിരിക്കും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. വഴിയിലേക്ക് ഇരുട്ട് തലനീട്ടി. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ, ആരാ? എഗോട്ടാ? ചോദ്യം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ഉയർത്തിക്കെട്ടിയ കയ്യാലയുടെ പുറത്തു നിന്നും മെലിഞ്ഞ ശരീരമുള്ള ഒരാൾ അയാളെ നോക്കി ചിരിച്ചു. എങ്ങോട്ടാ? ഈട്ടിക്ക ബംഗ്ലാവിലേക്ക്. എന്താ കാര്യം? ആരെ കാണാൻ? തോമസ് മുതലാളി പറഞ്ഞിട്ട് വന്നതാ, തോട്ടം നോക്കാൻ. നോക്കിക്കോ നോക്കിക്കോ. അയാൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തോട്ടത്തിലേക്ക് എടുത്തു ചാടി. ആരാ പറഞ്ഞ തോട്ടം? മെല്ലെ നടന്ന് അകലേക്ക് മറഞ്ഞു. സണ്ണി അല്പനേരം അവിടെ നിന്നു. പിന്നെ വീണ്ടും മുന്നോട്ട്. തുരുമ്പ് പിടിച്ച ഗേറ്റിന് മുന്നിൽ അയാൾ എത്തിച്ചേർന്നു. അതിൽ ഈട്ടിക്കൽ ബംഗ്ലാവ് എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കുറേ ബലം പിടിച്ചതിന് ശേഷം ഒരു പാളി തുറക്കുവാൻ അയാൾക്ക് സാധിച്ചു. കരിയിലകൾ വീണു കിടക്കുന്ന വഴി. അത് അവസാനിക്കുന്നിടത്ത് ഒരു കൂറ്റൻ ബംഗ്ലാവ് ഇരുണ്ട് കിടക്കുന്നു. ഗേറ്റ് തിരികെ അടച്ച് അയാൾ അങ്ങോട്ടേക്ക് നടന്നു. ഉമ്മറത്ത് ഒരു പഴയ ചാരുകസേര കിടപ്പുണ്ട്. ബാഗും സാധനങ്ങളും. സൈഡിലെ അരഭിത്തിയിൽ വെച്ച് അയാൾ താക്കോൽ തിരഞ്ഞു. ചെറിയ ടോർച്ചും കയ്യിലെടുത്ത് താക്കോൽ കൂട്ടത്തിൽ നിന്നും ഏറ്റവും വലിയ താക്കോൽ ഉപയോഗിച്ച് അയാൾ ലോക്ക് തുറന്നു. വാതിൽ ഞരക്കത്തോടെ തുറക്കപ്പെട്ടു. ചുവരിലെ പഴക്കമുള്ള സ്വിച്ചിൽ അയാൾ വിരലമർത്തി. ഉമ്മറത്തെ ട്യൂബ് ലൈറ്റ് മെല്ലെ മിന്നിത്തെളിഞ്ഞു. സ്വിച്ചുകളെല്ലാം ഓൺ ചെയ്തു. അകത്തും പുറത്തുമെല്ലാം ബൾബുകൾ മങ്ങിത്തെളിഞ്ഞു നിന്നു. ഒരു പഴയ സ്റ്റാൻഡിൽ പൊടി പിടിച്ച് ഫോൺ ഇരിപ്പുണ്ട്. അയാൾ അതെടുത്ത് കാതോട് ചേർത്തു. ഡയൽ ചെയ്തു നോക്കി. അത് നിശ്ചലമാണ്. ഹാളിന്റെ വലതുഭാഗത്തുള്ള ഒരു മുറി വൃത്തിയാക്കിയിടാൻ ഞാൻ വർഗീസിനോട് പറഞ്ഞിട്ടുണ്ട്. കട്ടിലും കിടക്കയും അത്യാവശ്യ സാധനങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. തോമസിന്റെ വാക്കുകൾ അയാൾ ഓർത്തു. അയാൾ ഹാളിന്റെ വലതുവശത്തുള്ള ഇടനാഴിയിലേക്ക് നടന്നു ചെന്നു. ഇടനാഴിയുടെ വലതുവശം മുഴുവൻ ജനലുകളാണ്. അയാൾ അതിലൂടെ പുറത്തേക്ക് നോക്കി. മഞ്ഞ് പെയ്തിറങ്ങുന്നുണ്ട്. മനോഹരമായ കാഴ്ച. ഗേറ്റിന്റെ പില്ലറുകളിൽ മങ്ങിക്കത്തുന്ന ചെറിയ ബൾബിന്റെ വെളിച്ചമുണ്ട്. അവിടെ ഉപയോഗിച്ചത് എന്ന് തോന്നുന്ന ഒരു മുറി കണ്ടു. താക്കോലുകൾ മാറി മാറി ഉപയോഗിച്ച് സണ്ണി ആ മുറി തുറന്നു. അത്യാവശ്യം വലിയ മുറിയാണ്. ഭംഗിയായി കട്ടിൽ ഒരുക്കിയിട്ടിട്ടുണ്ട്. നല്ല അടുക്കും ചിട്ടയും. സണ്ണി പുറത്തേക്കിറങ്ങി. ഇടനാഴിയിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് തിരികെ നടന്നു. ഹാളിലെത്തി. അവിടെ മുകളിലേക്ക് മരത്തിൽ നിർമ്മിച്ച ഒരു പഴയ ഗോവണിയുണ്ട്. കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു. എന്നാൽ മുകളിൽ കയറി വിശദമായി കാണാമായിരുന്നു. സാരമില്ല, നാളെ കാണാമല്ലോ. ഹാള് കടന്ന് പുറത്തേക്കിറങ്ങി ബാഗുകൾ എടുത്ത് തിരിഞ്ഞു. എവിടുന്ന് വരുവാ? ചോദ്യം കേട്ട് അയാൾ ഞെട്ടിപ്പോയി. വരുന്ന വഴിക്ക് കണ്ട അയാൾ തന്നെ. പേടിച്ചു പോയോ? അയാൾ ചോദിച്ചു. നിങ്ങൾ ആരാ? ഒരാത്മാവാണ്.
സണ്ണി ഒരു ചുവട് പുറകോട്ട് വെച്ചു. കയ്യിലിരുന്ന ബീഡി പുകച്ച് ചിരിച്ചുകൊണ്ട് അയാൾ വീണ്ടും ചോദിച്ചു, വല്ലതും വേണോ? എന്ത്? ചെറുതുമല്ലോ. ചെറുതോ? ആ, എന്തേ അടിക്കല്ലേ? ഇല്ല. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മുടെ മിലിറ്ററി വരെ സ്റ്റോക്കുണ്ട്. വേണമെങ്കിൽ വിളിച്ചാൽ മതി. ആ പറമ്പിന്റെ അതിരില് ഞാൻ കാണും. ഒന്ന് ഉറക്കെ വിളിച്ചാൽ മതി. ഇവിടുത്തെ പാപ്പനൊക്കെ നമ്മുടെ സ്ഥിരം പാർട്ടിയാ. അങ്ങേരാ അതിരെ കിടന്നോളാൻ പറഞ്ഞത്. എനിക്കൊന്നും വേണ്ട. എന്നാ വേണ്ട. അതെ, പുക വേണോ? വേണ്ട. ഓ, വേണ്ട വേണ്ട. ഒരെണ്ണം പിടിപ്പിക്കാൻ തോന്നിയാ വിളിച്ചാൽ മതി. അയാൾ തിരിഞ്ഞു നടന്നു. എന്താ നിങ്ങളുടെ പേര്? അതല്ലേ പറഞ്ഞത്, ആത്മാവേന്ന് വിളിച്ചാൽ മതി. അവിടെയാ താമസം. പാപ്പനിട്ട പേരാ, എനിക്കും അതാ ഇഷ്ടം. പോട്ടെ. അയാൾ നടന്നു മറഞ്ഞു. ആത്മാവ്, അതെന്താ അങ്ങനെ ഒരു പേര്? പറമ്പിൻ്റെ അങ്ങേയറ്റത്തായി ചെറിയ വെളിച്ചം കാണാം. ബാഗുമെടുത്ത് സണ്ണി അകത്തേക്ക് നടന്നു. വാതിൽ ഭദ്രമായി അടച്ചു. കുളി കഴിഞ്ഞ് ബാഗിൽ നിന്നും കരുതി വെച്ച ബ്രെഡും ജാമും കഴിച്ചു. കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി. ടോർച്ചുമെടുത്ത് മുറിക്ക് പുറത്തിറങ്ങി. പൂമുഖത്ത് നിന്നുകൊണ്ട് ചുറ്റും വെളിച്ചം പായിച്ചു. അതിരിലെ വെളിച്ചം ഇപ്പോഴില്ല. ആത്മാവ് ഉറങ്ങിയോ? ചീവീടുകളുടെ ശബ്ദം മാത്രം മുഴങ്ങി കേൾക്കുന്നുണ്ട്. അയാൾ അകത്തു കയറി വാതിലടച്ച് ഹാളിലെ ലൈറ്റ് കെടുത്തി. മുകളിലേക്കുള്ള വലിയ നിഴലായി ഗോവണി നിന്നു. ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ജനലിൻ്റെ പുറത്തേക്ക് ടോർച്ച് തെളിച്ചു നോക്കി. ചെറിയ മൂടൽ മഞ്ഞു. മുറിക്കകത്തേക്ക് കയറി മേശപ്പുറത്തിരുന്ന ടേബിൾ ലാമ്പ് ഓൺ ചെയ്തു. അതെടുത്ത് പരിശോധിച്ചു. ബൾബിൽ തൊട്ടപ്പോൾ അത് പ്രകാശിച്ചു. അയാൾ അത് അനക്കാതെ മേശപ്പുറത്ത് വെച്ചു. മടക്ക് കസേര വലിച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്നു. ഡയറിയിൽ തീയതി വെച്ച് അയാൾ എഴുതി തുടങ്ങി. ഇന്ന് പുതിയ നാട്ടിൽ, പുതിയ ചുറ്റുപാടിൽ, ഇരുട്ടുതോട്ടിലെ ഈ വലിയ വീട്ടിൽ എത്തിച്ചേർന്നു. യാത്ര സുഖമായിരുന്നു. പ്രശ്നങ്ങൾ താൽക്കാലികമായി അവസാനിക്കാനുള്ള ശമ്പളം ഇപ്പോൾ എനിക്കുണ്ട്. എല്ലാം അമ്മ പറയും പോലെ ദൈവാനുഗ്രഹം. ഇവിടെ എനിക്ക് വലിയ ജോലിയൊന്നുമില്ല. പറമ്പൊക്കെ ചുറ്റി നടന്ന് കാണണം. കണക്കുകൾ കൃത്യമായി മുതലാളിയെ ഏൽപ്പിക്കണം. പഴയ പോലെ ഉറക്കം ഒഴിഞ്ഞ ജോലിയുടെ ആവശ്യമില്ല. ഇന്ന് പതിവിന് വിപരീതമായി ഉറങ്ങാൻ പോകുന്നു. മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരോ നടക്കുന്നത് പോലെ. ടോർച്ചെടുത്ത് ചാടി എഴുന്നേറ്റു. പുറത്ത് ശക്തമായ കാറ്റ് വീശി. ബൾബുകൾ മിന്നിത്തെളിഞ്ഞു. പുറത്തിറങ്ങി നീണ്ട ഇടനാഴിയിലൂടെ നടക്കവേ ടോർച്ച് ജനലിലൂടെ പുറത്തേക്ക് തെളിച്ചു. പുറത്ത് കാറ്റിനൊപ്പം മഴ ഓടിയെത്തി. റബ്ബർ മരങ്ങൾ ആടിയുലയുന്ന ശബ്ദത്തോടൊപ്പം മുകളിൽ എവിടെയോ ജനൽപ്പാളികൾ തുറന്നറിയുന്ന ശബ്ദമുണ്ട്. ഹാളിലെത്തിയ സണ്ണിക്കുട്ടി സ്വിച്ചിൽ വിരലമർത്തി. പ്രകാശം പരന്നു. മുകളിൽ നിന്നും വീണ്ടും ആ ശബ്ദം കേട്ടു. ഭയത്തോടെ അയാൾ കോണിപ്പടികളിലേക്ക് നോക്കി. അതിനു മുകളിൽ ഇരുട്ട് കട്ട പിടിച്ചു നിന്നു. മുകളിലേക്ക് ടോർച്ച് തെളിക്കാൻ അയാൾക്ക് ഭയം തോന്നി. പ്രധാന വാതിലിൻ്റെ ഇടതുവശത്തെ ജനൽപ്പാളി തുറന്നടഞ്ഞു. അയാൾ അതിന് നേരെ നടന്നു. പുറത്തുനിന്നും ശക്തമായ കാറ്റ്. ജനൽ വീണ്ടും മലർക്കെ തുറന്നു. തണുത്ത കാറ്റും വെള്ളത്തുള്ളികളും അകത്തേക്ക് പാറി വീണു. ജനലിനിടയിലൂടെ കൈകൾ പുറത്തേക്കിട്ട് തുറന്നു കിടക്കുന്ന ആ പാളി അടയ്ക്കുവാൻ അയാൾ ശ്രമിച്ചു. മിന്നലിൻ്റെ വെളിച്ചത്തിൽ, ഉമ്മറത്തു നിന്നും ചിതറിയ വെളിച്ചത്തിൻ്റെ പരിധിക്ക് അപ്പുറത്ത് ഇരുട്ടിൽ ഒരു വെളുത്ത രൂപം അയാൾ കണ്ടു. നടുക്കത്തോടെ സണ്ണിക്കുട്ടി കൈകൾ പിൻവലിച്ചു. അത് ഉമ്മറത്തേക്ക് വരികയാണ്. അയാൾ ഭയത്തോടെ നോക്കി. 6 അടിയോളം പൊക്കമുള്ള വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ഉമ്മറത്തേക്ക് കയറി വന്നു. ജനലിലൂടെ ആ കാഴ്ച കണ്ട് സണ്ണിക്കുട്ടിക്ക് ചലിക്കുവാൻ സാധിച്ചില്ല. ഒരു തരിപ്പ് കാലുകളിലൂടെ അരിച്ചു കയറി. ബൾബിൻ്റെ ചുവട്ടിലേക്ക് കയറി നിന്ന് അയാൾ ജനലിനു നേരെ നോക്കി പറഞ്ഞു, "കതവ് തുറക്കടാ ചെറുക്കാ." "ആരാ?" അയാൾ വിറയലോടെ ചോദിച്ചു. അതുകൊള്ളാം, ഇതെന്റെ വീടാ.
അയാൾ തലയിലെ വെള്ളം കൈകൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാനാ, പാപ്പനാ, ഈട്ടി പാപ്പൻ. അയാൾ ചാരുകസേരയിലേക്ക് ഇരുന്നു. കാലുകൾ ഉയർത്തി അതിൻ്റെ പടിയിൽ വെച്ചു. സണ്ണി വേഗം കതക് തുറന്നു. തലയുടെ പുറകിൽ കൈ മടക്കി വെച്ച് അയാൾ ചാരുകസേരയിൽ നിവർന്നു കിടക്കുകയാണ്. ചാർമിനാർ സിഗരറ്റിൻ്റെ മണം അന്തരീക്ഷത്തിൽ പടർന്നു. ആ, ഏതാടാ നീ? തിരിഞ്ഞു നോക്കാതെ അയാൾ ചോദിച്ചു. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ. എന്തു നോക്കാൻ? അത് തോമസ് മുതലാളി പറഞ്ഞിട്ട്. പാപ്പൻ തലതിരിച്ചു നോക്കി. മുന്നോട്ട് നിൽക്കടാ. സണ്ണിക്കുട്ടി ഭയത്തോടെ മുന്നോട്ട് നീങ്ങി നിന്നു. പാപ്പൻ ഇരുട്ടിലേക്ക് നോക്കി കിടക്കുകയാണ്. ആ, പറ. എന്തൊക്കെ പറഞ്ഞു നിന്റെ മുതലാളി? കേക്കട്ടെ. പാപ്പൻ വരുവാണെങ്കിൽ മുതലാളി പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയാൻ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞോ? നീ ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? തോട്ടവും പരിസരവും നോക്കാൻ. മഴ പറന്നെത്തി. ഞാനിവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാണ് പുറത്തുനിന്നൊരു നോട്ടക്കാരൻ? പാപ്പൻ അങ്ങനെ വിളിക്കാലോ അല്ലേ? ആ, അങ്ങനെ വിളിച്ചോ. അതാ എനിക്കിഷ്ടം. എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ വന്നതാ. അവിടുന്ന് കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയില്ല. കൂടുതൽ ശമ്പളം തരാമെന്ന് പറഞ്ഞപ്പോൾ വന്നതാ. എന്നെ പറഞ്ഞു വിടരുത്. നീ അവന്റെ നാട്ടുകാരനാ? അതെ. അവിടെ എന്നായിരുന്നു നിനക്ക് പണി? സെക്യൂരിറ്റി പണിയായിരുന്നു. നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ ഒരു പെങ്ങളും. ഇരിക്കേ. വേണ്ട, ഞാൻ നിന്നോളാം. ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കണം. ഇരിക്കടോ. പാപ്പന് അഭിമുഖമായി അരഭിത്തിയിൽ സണ്ണിക്കുട്ടി ഇരുന്നു. അയാൾ പാപ്പനെ ശ്രദ്ധിച്ചു നോക്കി. ഇടതൂർന്ന വെളുത്ത നീണ്ട തലമുടി, നരച്ച വലിയ കട്ടിമീശ, അതിൻ്റെ തുമ്പ് പിരിച്ചു വച്ചിരിക്കുന്നു. പ്രായത്തെ വെല്ലുന്ന ഉറച്ച ശരീരം, തിളക്കമുള്ള കണ്ണുകൾ, ചാർമിനാർ സിഗരറ്റിൻ്റെ ഗന്ധം. ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട് നിന്റെ മുതലാളി. ആഴ്ചയിൽ ഓരോരുത്തരെ അയക്കും. വന്നവനൊക്കെ ഒരു വക. പറമ്പ് നോക്കാനാണെന്നാണ് പറച്ചില്. അവന്മാരിവിടെ നിന്ന് കള്ളുകൂടിയും കച്ചവടം ഉറപ്പിക്കലും. അങ്ങനെ നോക്കിയാ ഞാൻ ചുമ്മാ വിടണം. എല്ലാത്തിനും ഞാൻ ഓടിച്ചു വിടണം. ആ തൊമ്മി അവനത് വിട്ട് കാശാക്കണം. എന്റെ ഡേസിമോളുടെ പേരില ഇതെല്ലാം. അതുകൊണ്ടാ പാപ്പനെന്ന് പറഞ്ഞ അവക്ക് ജീവനാ. പണ്ടവും വരുമായിരുന്നു ഈ മല കയറി. സ്നേഹം കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഓരോ കുപ്പിയും കൊണ്ടുവരും. ഞാനും അവനെ ഒന്ന് സ്നേഹിച്ചു വരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ പറയുക, ഇതെല്ലാം വിറ്റുപറക്കി അവൻ്റെ കൂടെ ചെല്ലാൻ, രാജാവിനെ പോലെ ജീവിക്കാൻ. ഇത് പട്ടിക്കാടാണെന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം നോക്കി ഒരെണ്ണം ഞാനങ്ങ് പൊട്ടിച്ചു. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ചെയ്തതാ. അവൻ അന്ന് ഇറങ്ങിപ്പോയതാ എൻ്റെ കൊച്ചിനെയും കൊണ്ട്. കാണാൻ ഒത്തിരി കൊതിയുണ്ട്. പക്ഷെ ഞാൻ പോവില്ലടാ. അവളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഒരു ഫോൺ കണക്ഷൻ എടുത്തത്. കുറെ രൂപ ചെലവായി. ഇപ്പൊ അതുമില്ല. 6-7 മാസമായി അവളുടെ ശബ്ദം പോലും കേട്ടിട്ട്. ആ, സാരമില്ല. നിന്റെ മുതലാളി തൊമ്മിയെ പോലെ നാട്ടുകാരുടെ മുതൽ വാങ്ങി വട്ടിപ്പലിശയ്ക്ക് കൊടുത്തതല്ല ഈ തറവാടും സ്വത്തും ഞങ്ങൾ ഉണ്ടാക്കിയത്. നീ കാവൽക്കാരനാണെന്നല്ലേ പറഞ്ഞു? അതെ. നീ തോക്ക് കണ്ടിട്ടുണ്ടോ? നല്ല ഇരട്ടക്കുഴൽ തോക്ക്. ഇവിടെ നിലവറയിലിരിപ്പുണ്ട്. നല്ല എണ്ണം പറഞ്ഞ ഐറ്റം. പണ്ട് കുടിയേറ്റത്തിൻ്റെ കാലത്ത് ആനയും പുലിയും ഉണ്ടായിരുന്ന കാട്ടില് അപ്പനും അമ്മയും ഞാനും എൻ്റെ ചേട്ടായും കൂടെ വെട്ടിത്തെളിച്ച്
രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് കാവല് നിന്ന് മണ്ണിനോടും മലയോടും മല്ലടിച്ചുണ്ടാക്കിയതാ ഇതെല്ലാം. മലമ്പനി ബാധിച്ച അപ്പനും അമ്മയും മരിച്ചിട്ട് പോലും ഈ മണ്ണ് ഉപേക്ഷിച്ചു പോകാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. എല്ലാം ഉണ്ടാക്കി ചേട്ടായിയും ചേട്ടത്തിയും പോയി. മരണക്കിടക്കെ വെച്ച് ചേട്ടായി പറഞ്ഞത് ഡെയ്സി മോളെ നോക്കണമെന്നാണ്. ആലോചിച്ചുറപ്പിച്ച കെട്ട് ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചു. പിന്നെ ജീവിച്ചത് മൊത്തവും എൻ്റെ ഡെയ്സി മോക്ക് വേണ്ടിയാ. ഈ കാണുന്നതെല്ലാം ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് അവക്ക് വേണ്ടിയാ, അവക്ക് വേണ്ടി തന്നെയാ. അറിഞ്ഞു കൊടുക്കാനിരുന്നത് ചോദിച്ചു വാങ്ങാൻ വന്ന അവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ശവം പോലും കാണിക്കുകയല്ലെന്ന പലിശക്കാരൻ്റെ വാശി. അവക്ക് അവകാശപ്പെട്ടത് തന്നെയാ, കൊടുത്തേക്കാം. അത് ചോദിച്ചു വാങ്ങേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ പലിശക്കാരോട് പറഞ്ഞ അവന് ദഹിക്കുമോ? തലം നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ പറഞ്ഞു വിടും ഭാര്യയുടെ അവകാശത്തിന്റെ പേരിൽ. പാപ്പൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇത് വാങ്ങാൻ ഊരുറച്ച് ഒരുത്തനും ഇവിടെ വരില്ല. ദാ ആ അതിരില്ലേ ആത്മാവുണ്ട്. അവൻ്റെ അപ്പനും അപ്പൂപ്പനും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാ. അവര് മലവാസികളായിരുന്നു. ഇതൊക്കെ വിറ്റ് തൊലച്ചാ അവരൊക്കെ എവിടെ പോവും? പാപ്പൻ നന്ദിയേട് കാണിക്കുകയല്ല. അവിടെ ഒഴിച്ചിട്ട് വിറ്റോട്ടെ. ഞങ്ങളുടെയൊക്കെ ജീവിതം മുഴുവൻ ഈ മണ്ണിലാണ്. ഇതാണ് ഞങ്ങളുടെ രാജ്യം. ഇവിടെ രാജാവ് ഞങ്ങളാ. പാപ്പ, എനിക്കിതൊന്നും അറിയാൻ മേലായിരുന്നു. മറ്റ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് പെട്ടുപോയതാ. നിനക്ക് വേറെ തൊഴിലൊന്നും കിട്ടിയില്ലടാ ചെറുക്ക, ഈ പലിശക്കാരൻ്റെ കാവലല്ലാതെ. നീ കൊള്ളാം. ഇവിടെ വന്ന ഒരുത്തനും ഇതൊരു തറവാടായിട്ട് കണ്ടിട്ടില്ല. കുരിശ് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിനക്കതൊക്കെ ഉണ്ട്, അതൊരു നല്ല കാര്യമാണ്. അതുകൊണ്ട് നീ എവിടെ നിന്നോ? നീ കുടിക്കൂടാ? ഇല്ല. നീ എന്ത് സത്യക്രിസ്ത്യാനിയാടാ? അപ്പൻ കുടിച്ചാ മരിച്ചത്. ഓ, നീ പഠിച്ചില്ലേ? BA പാസ്സായി. ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട്. മിടുക്കൻ. ഇതുവരെ വിളിച്ചില്ല. വിളിക്കോടോ, നീ മിടുക്കനാ. നിനക്ക് ആ ജോലി കിട്ടും. ഉറപ്പാണോ പാപ്പ? 100 വട്ടം. പാപ്പൻ പുഞ്ചിരിച്ചു. സണ്ണിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കുറെ കാലത്തിന് ശേഷമാ ഇങ്ങോട്ടൊക്കെ ആരെങ്കിലും വരുന്നത്. ഇതിങ്ങനെ കടന്നു പോവല്ലേ. ആ വർഗീസ് ഇടയ്ക്ക് വരുമ്പോഴാ ഇവിടെ ഒരാളനക്കം. നീ വന്നപ്പോ ഇതൊരു വീടായ പോലെ തോന്നുന്നു. അല്ല, പാപ്പൻ ഇത്ര നേരം എവിടെ ആയിരുന്നു? എല്ലാ ദിവസവും പള്ളിയിൽ പോവും. അവിടെയായിരുന്നു ഇത്ര നേരം. നേരം പോയത് അറിഞ്ഞില്ല. പിന്നെ ഇതൊരു സാധാരണ വീടല്ല. 1-2 തലമുറ ജീവിച്ചു മരിച്ച വീടാണ്. അവര് ഇവിടെ ഉണ്ടാവും. അത് മനസ്സിലാക്കി ജീവിക്കണം. മനസ്സിലായോ? ഞാനിപ്പോ പറഞ്ഞതൊന്നും നിന്റെ മുതലാളിയോട് പറയണ്ട കേട്ടോ. പിന്നെ അവനില്ലേ, ആ ആത്മാവ്, അവനിടയ്ക്ക് വരും. ഞാനില്ലാത്ത സമയത്ത് അവനെ ഇതിനുള്ളിൽ കയറ്റരുത് കേട്ടോ. അവനിതൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. മനുഷ്യനെ കണ്ടാൽ മനസ്സിലാവില്ല. അവൻ നമ്മുടെ ദോസ്താ. എപ്പോഴാ അവന് ദേഷ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവന് കണ്ണ് കാണില്ല. നീ കിടക്കുന്നില്ലടാ പോയി? രാവിലെ പള്ളിയിൽ പോണം, അതൊരു പതിവാ. ഞാനും പോകുന്നുണ്ട്. ഇവിടെ എത്തിയ കാര്യം അമ്മയെ വിളിച്ച് പറയണം. നല്ല കാര്യം. വെളിച്ചം പോയി. സണ്ണിക്കുട്ടി ടോർച്ച് തെളിച്ചു. മഴ വീണ്ടും ഇരമ്പിയെത്തി. പാപ്പൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. ടോർച്ചുമായി സണ്ണിക്കുട്ടി അയാളെ അനുഗമിച്ചു. അതികായനായ പാപ്പൻ്റെ നടപ്പ്, അതിൻ്റെ ഗാംഭീര്യം. സണ്ണിക്കുട്ടി ആരാധനയോടെ നോക്കി നിന്നു. കോണിപ്പടിയുടെ ചുവട്ടിലെത്തിയ പാപ്പൻ തിരിഞ്ഞു നിന്നു. നീ വാതിലടച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. മുകളിലേക്ക് വെട്ടം വേണ്ടേ പാപ്പ? ഇതെന്റെ വീടാ.
ഇവിടുത്തെ ഓരോ സ്ഥലവും എനിക്ക് കൈവെള്ളയിലെ രേഖ പോലെയാ. അതെനിക്ക് വ്യക്തമാടാ. ആ കഥ കടച്ച് നീ ഒഴിക്കും, അയാൾ പറഞ്ഞു. ജോണിക്കുട്ടി മുറിയിലേക്ക് നടന്നു. കോണിപ്പടികളിലൂടെ പാപ്പൻ കയറിപ്പോകുന്ന ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. പുറത്ത് മഴ ഇരമ്പിയാർന്നു. ഈ പാവം പാപ്പനെയാണ് അച്ചായൻ കളിയാക്കുന്നത്. കഷ്ടം. നേരം പുലർന്നു. കഥകിൽ ആരോ മുട്ടുന്നത് കേട്ടു. ജോണിക്കുട്ടി എഴുന്നേറ്റു. വാച്ചിൽ നോക്കി. 6 മണി. കണ്ണും തിരുമി പുറത്തേക്കിറങ്ങി. ജനലരികിൽ ഒരാൾ നിൽപ്പുണ്ട്. ആരാ? ഞാനാ, വർഗീസാ. അയാൾ കഥക് തുറന്ന് പുറത്തേക്കിറങ്ങി ചെന്നു. തോമസ് മുതലാളി വിളിച്ചായിരുന്നു. ഇവിടെ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഭക്ഷണകാര്യങ്ങളൊക്കെ ചോദിക്കാനും പറഞ്ഞു. കാപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ? ഓ, അങ്ങനെയൊന്നും വേണ്ട. അയാൾ 2 പാത്രങ്ങൾ ഉമ്മറത്ത് വെച്ചു. ഇവിടുത്തെ ഫോണ് വർക്കിംഗ് അല്ല. അതിനെന്താ, പള്ളിയിൽ നിന്ന് വിളിക്കാമല്ലോ. അച്ഛനോട് പറഞ്ഞാൽ മതി. ഈ പള്ളിയിലേക്കുള്ള വഴി അതാ. ഇവിടുന്ന് ഗേറ്റിന് മുന്നിലൂടെ നേരെ പോയാൽ മതി. അത് ചെല്ലുന്നത് പള്ളിയുടെ മുമ്പിലാണ്. അതും ഈട്ടികക്കാർ കൊടുത്ത സ്ഥലമാണ്. അതിനപ്പുറത്താണ് എൻ്റെ താമസം. പോട്ടെ സാറേ, ഉച്ചയ്ക്ക് കാണാം. കഴിച്ചു കഴിഞ്ഞ് 2 പാത്രവും അവിടെ വെച്ചാൽ മതി. ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ സണ്ണിക്കുട്ടി പാപ്പനെക്കുറിച്ച് ഓർത്തു. കുളി കഴിഞ്ഞ് വേഷം മാറി അയാൾ കോണിപ്പടികൾ കയറി. മുകളിലെ നിലയിൽ വിശാലമായ ഇടനാഴി. അതിൻ്റെ അങ്ങേയറ്റം വലിയൊരു വാതിൽ. മുകളിൽ നിന്ന് നോക്കിയാൽ പറമ്പ് മുഴുവൻ കാണാം. അയാൾ അടച്ചിട്ട വാതിലിൻ്റെ മുന്നിലെത്തി. പാപ്പാ, പാപ്പാ. പാപ്പോ. വാതിൽ പൂട്ടിയ നിലയിലാണ്. ആ, രാവിലെ പള്ളിയിൽ പോയി കാണും. അയാൾ ഗോവണി ഇറങ്ങി താഴെ എത്തി. 2 പാത്രങ്ങളും അവിടെയുള്ള ടേബിളിന് പുറത്തു വെച്ചു. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കഴിക്കാം. വാതിൽ പൂട്ടി പുറത്തിറങ്ങി നടന്നു. ഇടതുവശത്തേക്കുള്ള വഴി തിരിഞ്ഞു നടന്ന് മുമ്പോട്ട് കുറേ ദൂരം പോയി അയാൾ തിരിഞ്ഞു നോക്കി. വിശാലമായ മൈതാനത്തിൻ്റെ നടുവിൽ ആ വലിയ വീട്. കണ്ണെത്താത്ത അകലത്തിൽ റബ്ബർ മരങ്ങൾ തിങ്ങി നിൽക്കുന്നു. മുമ്പോട്ട് നടക്കുന്തോറും ഭംഗിയുള്ള വിശാലമായ തോട്ടം. അത് അയാൾക്ക് കൗതുകം പകർന്നു. ദൂരെ പള്ളിമണി കേട്ടു. ഉത്സാഹത്തോടെ അയാൾ നടന്നു. പള്ളിയിലെത്തിയ അയാൾ തിരുസ്വരൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മയും സിസിലിയുമൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തി. കർത്താവേ, പാപ്പൻ്റെ വാക്കുകൾ സത്യമാകണേ. എനിക്ക് ജോലി കിട്ടണേ. അയാൾ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി. സണ്ണിക്കുട്ടിയല്ലേ? അയാൾ ചുറ്റും നോക്കി. വരുമെന്ന് തോമസ് പറഞ്ഞിരുന്നു. അച്ഛൻ ചിരിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് വന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അയാൾ ഭവ്യതയോടെ പറഞ്ഞു. സ്തുതി തിരിച്ചു നൽകി അച്ഛൻ ചോദിച്ചു, ഇന്നലെ എപ്പോഴാണ് എത്തിയത്? സന്ധ്യ കഴിഞ്ഞു. യാത്രയൊക്കെ സുഖമായിരുന്നു. ഓ, എത്തിയ വിവരം ഒന്ന് അറിയിക്കണം. അവിടുത്തെ ഫോൺ കേടാ. വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം. അതിനെന്താ, ആ മുറിയിലാ ഫോൺ, വിളിച്ചോളൂ. മുറിയിലെത്തിയ സണ്ണിക്കുട്ടി തോമസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. അങ്ങേ തലയ്ക്കൽ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും ഫോൺ എടുത്തില്ല. ഒരു തവണ കൂടി അയാൾ ശ്രമിച്ചു. മറുപടിയൊന്നും ഉണ്ടായില്ല. അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ നമ്പർ അയാൾ ഡയൽ ചെയ്തു. അങ്ങേ തലയ്ക്കിൽ ത്രേസിച്ചടത്തിയാണ് ഫോൺ എടുത്തത്. സണ്ണിക്കുട്ടിയാണോ? അമ്മയ്ക്ക് കൊടുക്കാമേ. ഹലോ മോനെ. അമ്മയുടെ ശബ്ദത്തിൽ സന്തോഷത്തിൻ്റെ അലകളുണ്ടായിരുന്നു. മോനെ, ലെറ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടടാ. നിനക്ക് ജോലി കിട്ടിയടാ. ഇന്നലെ നീ പുറപ്പെട്ടു കഴിഞ്ഞാ പോസ്റ്റ്മാൻ കൊണ്ടു തന്നത്. ഞാൻ തോമസ് മുതലാളിയെ വിളിച്ച് പറഞ്ഞിരുന്നു. രാവിലെ നീ വിളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ജോണിക്കുട്ടിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഫോൺ വെച്ചതിന് ശേഷം സന്തോഷത്തോടെ അയാൾ പുറത്തിറങ്ങി. വല്ലാത്ത സന്തോഷമാണല്ലോ. എന്താ വിശേഷം? അച്ചോ, എനിക്ക് ജോലി കിട്ടി. ആ, നല്ല കാര്യം. സർക്കാർ ഉദ്യോഗം. പാപ്പൻ്റെ നാക്ക് പൊന്ന. പറഞ്ഞത് അക്ഷരം പ്രതിഫലിച്ചു. എന്നാ ഒരു മനുഷ്യനാ. ആര്? പാപ്പനെ? ഏതു പാപ്പൻ? ഈട്ടി പാപ്പനെ. അച്ഛൻ അറിയത്തില്ലേ? ഇങ്ങോട്ട് വന്നില്ലേ? നിനക്ക് എന്നാ പറ്റി കുഞ്ഞേ? പാപ്പൻ എപ്പം പറഞ്ഞു? ഇന്നലെ രാത്രി. ഇവിടുന്നല്ലേ പാപ്പൻ അങ്ങോട്ട് വന്നു? നീ എന്തായി പറയുന്നത്? ഇവിടുന്നോ? പള്ളിയിലായിരുന്നാണല്ലോ പാപ്പൻ പറഞ്ഞത്.
രാവിലെ ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. ഇവിടെ വന്നില്ലേ? ഈ സന്തോഷ വാർത്ത ആദ്യം അറിയിക്കേണ്ട പാപ്പനെ. ഓ, എന്നാ ഒരു മനുഷ്യനാ നീ. ഇവിടെ ഉണ്ടോ അച്ചോ? ഇങ്ങോട്ട് വന്നില്ലേ? ഇവിടെയുണ്ട്, വാ. അച്ഛൻ സണ്ണിക്കുട്ടിയും കൂട്ടി നടന്നു. ഇവിടെ ഒരാളുണ്ട്, നീ പറയുന്ന പാപ്പനാണെന്നൊന്നും എനിക്കറിയില്ല. അയാളുടെ പേര് കുര്യൻ കോരാന്ന്. അയാളാണോന്ന് നോക്ക്. ഇനി നീ പറയുന്ന ആളും ഞാൻ പറയുന്ന ആളും ഒന്നാണെങ്കിൽ നമുക്കൊന്നിച്ചു പോവാം വീട്ടിലേക്ക്. എന്താ, എനിക്കൊന്ന് കാണാമല്ലോ. ദാ, ഇതാണോ നീ പറഞ്ഞ പാപ്പൻ? നോക്കിയേ. ഗ്രാനൈറ്റ് പതിപ്പിച്ച വലിയ കല്ലറയിലെ കൊത്തിവെച്ച വാക്കുകൾ ഹൃദയമിടിപ്പോടെ സണ്ണിക്കുട്ടി വായിച്ചെടുത്തു. കുര്യൻ കോര ഈട്ടിപ്പാപ്പൻ. ജനനം 8/2/1934. മരണം 14/1/1989. മരിച്ചിട്ട് 6 മാസമായി. ഈ ഈട്ടിപ്പാപ്പനെയാണോ നീ കണ്ടത്? അതെ അച്ചോ, അച്ഛനെ കാണുന്ന പോലെ അയാളെ ഞാൻ കണ്ടതാണ്. അയാളുടെ രൂപം പറഞ്ഞു കേൾപ്പിച്ചു. അച്ഛൻ സമാധാനിപ്പിച്ചു. വണ്ടി ഇറക്ക. കപ്പ്യാർ കുര്യാക്കോസ് ജീപ്പുമായി വന്നു. ജീപ്പ് ബംഗ്ലാവിന് ഗേറ്റിന് മുമ്പിൽ നടന്നു. ജീപ്പിന് പിന്നിൽ നിന്നും സണ്ണിക്കുട്ടി പുറത്തിറങ്ങി. അച്ഛൻ മുന്നിൽ നടന്നു. പരിഭ്രാന്തിയോടെ പിന്നാലെ സണ്ണിക്കുട്ടിയും കുര്യാക്കോസും. ദാ, ഇവിടെയാണ് ഇന്നലെ രാത്രി ഇരുന്നത്. മുകളിലത്തെ മുറിയിലാണ് കിടക്കാൻ പോയത്. വാതിൽ തുറക്ക. താക്കോൽ കൂട്ടമെടുത്ത് സണ്ണിക്കുട്ടി വാതിൽ തുറന്നു. അച്ഛൻ അതിനുള്ളിലേക്ക് വിശുദ്ധ ജലം തളിച്ചു. വാ. 3 പേരും അകത്തേക്ക് കയറി. ഗോവണിപ്പടികൾ കയറി അച്ഛൻ മുകളിലേക്ക് ചെന്നു. ഒപ്പം അവരും. ആ വലിയ വാതിൽ വളരെ ബുദ്ധിമുട്ടി അവർ തുറന്നു. അതിനുള്ളിലേക്ക് കയറി അച്ഛൻ വിശുദ്ധ ജലം തളിച്ചു. സണ്ണിക്കുട്ടി, കേറി വാ. ഇതല്ലേ നീ പറഞ്ഞ ആള്? അകത്തേക്ക് കയറിയ സണ്ണിക്കുട്ടിയെ മുന്നിലെ വലിയ ഛായാചിത്രം ചൂണ്ടിക്കാണിച്ച് അച്ഛൻ ചോദിച്ചു. ചാരു കസേരയിൽ കാലുയർത്തി വെച്ച് ചാഞ്ഞു കിടക്കുന്ന പാപ്പന്റെ ചിത്രം. ഉള്ളംകാലിൽ നിന്നും ഒരു തരിപ്പ് ശിരസിലേക്ക് പടർന്നു കയറി. കണ്ണു ചിമ്മി ഒരിക്കൽ കൂടി അയാൾ ആ ചിത്രത്തിലേക്ക് നോക്കി. വിശ്വാസമില്ലാത്തതുപോലെ. അച്ചോ, അപ്പം ഞാൻ കണ്ടത്? വാതിൽ പൂട്ടിക്കോ. പെട്ടെന്ന് എന്തോ ചിന്തിച്ച സണ്ണിക്കുട്ടി വേഗത്തിൽ പടികളിറങ്ങി താഴേക്ക് പോയി. പുറത്തിറങ്ങി അയാൾ ഉറക്കെ വിളിച്ചു. പുറകെ ഓടിയെത്തിയ കുര്യാക്കോസ് തറഞ്ഞു നിന്നു. സണ്ണിക്കുട്ടി, ഹാളിൽ നിന്നുകൊണ്ട് അച്ഛൻ വിളിച്ചു. അച്ചോ, ഈ അതിരിൽ താമസിക്കുന്ന ആത്മാവിനോട് ഒന്ന് ചോദിച്ചുകൂടെ? അയാൾ ഇന്നലെ ഇവിടെ വന്നതാ. അത് ശ്രദ്ധിക്കാതെ അച്ഛൻ പറഞ്ഞു. നിന്റെ സാധനങ്ങളെല്ലാം എത്രയും വേഗം എടുക്കുക. കുര്യാക്കോസെ, കൂടെ ചെല്ലേ. സണ്ണിക്കുട്ടി സമനില തെറ്റിയവനെ പോലെ ബാഗിലേക്ക് തുണികളെല്ലാം കുത്തി നിറച്ചു. അവർ പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ പറമ്പിന്റെ അതിരിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ ഓട് പതിച്ച മേൽക്കൂര കാണും. വാതിൽ പൂട്ടിക്കോ, അച്ഛൻ നിർദ്ദേശിച്ചു. ബാഗ് തോളിലിട്ട് പകച്ചു നിൽക്കുന്ന സണ്ണിക്കുട്ടിയുടെ കയ്യിൽ നിന്നും കുര്യാക്കോസ് താക്കോൽ വാങ്ങി. കതകുകൾ വലിച്ചടച്ചു. വാ. അതിരിലെ വീടിന്റെ അടുത്തേക്ക് അവർ ഒരുമിച്ച് നടന്നു. ദ്രവിച്ചു വീണു തുടങ്ങിയ ഒരു പഴയ വീട്. മൺകട്ടകൾ കൊണ്ട് നിർമ്മിച്ചതാണത്. മുഴുവൻ ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു. ഇവിടെയല്ലേ അവന്റെ താമസം? നോക്ക്. സണ്ണിക്കുട്ടി അതിരിലെ ചെറിയ കയ്യാലയുടെ പുറത്തേക്ക് കയറി നിന്ന് എത്തി നോക്കി. മുക്കാലും തകർന്നു കഴിഞ്ഞിരിക്കുന്നു ആ വീട്. കണ്ടു കഴിഞ്ഞെങ്കിൽ വാ. അച്ഛൻ അയാളെ വിളിച്ചുകൊണ്ട് തിരിച്ചു നടന്നു. ഗേറ്റിനടുത്തെത്തി. അവർ നിന്നു. പാപ്പന്റെ നിഴലായിരുന്നു നീ പറഞ്ഞ ആത്മാവ്. പാപ്പൻ മനസ്സിൽ വിചാരിക്കുന്ന പോലും അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ
പാപ്പൻ അവനിട്ട പേരാണ് ആത്മാവ്. അവൻ്റെ ശരിയായ പേര് അത് ക്രമേണ ഇല്ലാതായി. പാപ്പൻ മരിച്ചത് ആത്മാവിന് സഹിച്ചില്ല. പാപ്പൻ മരിച്ച 4-ാം ദിവസം അവനും ജീവനൊടുക്കി. മുമ്പ് ഇവിടെ വന്ന പലരും ഒരു രാത്രി തികച്ച് കഴിഞ്ഞിട്ടില്ല. അതിനവർ സമ്മതിച്ചിട്ടില്ല. ഇങ്ങോട്ടൊന്നും ആരും വരാറില്ല. ഈ നാടിന് മുഴുവൻ അറിയാം സന്ധ്യ കഴിഞ്ഞാൽ ഈ വഴി വരരുതെന്ന്. അതെത്ര പറഞ്ഞാലും തോമസിന് മനസ്സിലാവില്ല. ഭയം നിറഞ്ഞ കണ്ണുകളും വിറയ്ക്കുന്ന ശരീരവുമായി സണ്ണിക്കുട്ടി അത് കേട്ടു നിന്നു. കുര്യാക്കോസ് കൈനീട്ടി. അവരുടെ അടുത്തായി ബസ് ഇരമ്പി നിന്നു. ഒന്നും മനസ്സിൽ വെക്കണ്ട, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുകയും വേണ്ട. പോയിക്കോളൂ. ജീവിക്കാൻ ഇപ്പോൾ നിനക്കൊരു ജോലിയുണ്ട്, അതിൽ ശ്രദ്ധിക്കുക, അച്ഛൻ പറഞ്ഞു. സണ്ണിക്കുട്ടി ബസ്സിലേക്ക് കയറി. അച്ഛനും കുര്യാക്കോസും കൈവീശി. ബസ് മലയിറങ്ങുകയാണ്. നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ മാടിയൊതുക്കി ശാന്തമായ മനസ്സുമായി ജോണിക്കുട്ടിയിരുന്നു. ആ വലിയ വീടിൻ്റെ ഉമ്മറത്ത് ചാരുകസരയിൽ കാലുയർത്തി വെച്ചിരിക്കുന്ന പാപ്പൻ്റെ ചിത്രം അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അയാൾ വാച്ചിൽ നോക്കി. സമയം 1:30. വർഗീസ് ചോറുപാത്രവുമായി ഈട്ടിക്കൽ ബംഗ്ലാവിൻ്റെ ഉമ്മറത്തെത്തി. അത് അവിടെ വെച്ചു. ചാരുകസേരയുടെ സമീപത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 പാത്രങ്ങളുമെടുത്ത് ചെറുചിരിയോടെ വർഗീസ് തിരിച്ചു നടന്നു. തണുത്ത കാറ്റിന് ശക്തി കൂടി വരുന്നു. ബസ് ചുരമിറങ്ങി. മൂക്കിലേക്ക് ചാർമിനാർ സിഗരറ്റിൻ്റെ ഗന്ധം തുളച്ചു കയറി. നടുക്കത്തോടെ അയാൾ ചുറ്റും നോക്കി. ശ്വാസം വീണ്ടും വീണ്ടും വലിച്ച് ചുറ്റും ശ്രദ്ധിച്ചു. തൻ്റെ ബാഗിൽ നിന്നാണ് ആ ഗന്ധം. അത് തുറന്ന് അയാൾ പരിശോധിച്ചു. താക്കോൽ കൂട്ടം കയ്യിൽ തടഞ്ഞു. അത് പുറത്തെടുത്ത് അയാൾ മൂക്കിനോട് അടുപ്പിച്ചു. ചാർമിനാർ സിഗരറ്റിൻ്റെ ഗന്ധം. അത് അയാൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ചുരത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത് പോയി. ഒപ്പം ആ ഗന്ധവും. സീറ്റിൽ ആശ്വാസത്തോടെ ചാരിയിരുന്നുകൊണ്ട് അയാൾ പുറത്തേക്ക് നോക്കി. മഞ്ഞിറങ്ങുന്ന താഴ്വരയിലേക്ക്. ഇടയിൽ അരികിലൂടെ ഓടിമറഞ്ഞ മഞ്ഞ നിറത്തിലുള്ള ബോർഡിലെ കറുത്ത അക്ഷരങ്ങൾ അയാൾ വായിച്ചെടുത്തു. നന്ദി, വീണ്ടും വരിക.